ന്യൂസ് പേപ്പർ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ ന്യൂസ് പേപ്പർ ഹെൽപ്ഫുൾ ടു സ്റ്റുഡൻസ്, ബിസിനസ്മാൻ, പൊളിറ്റീഷ്യൻസ്, കോമൺ മെൻ, സ്പോർട്സ്മാൻ, സയൻറ്റിസ്റ്റ്? അപ്പോൾ എങ്ങനെയെല്ലാമാണ് ന്യൂസ് പേപ്പർ ഈ താഴെ പറഞ്ഞിരിക്കുന്ന വിഭാഗക്കാർക്ക് ഹെൽപ്ഫുൾ ആവുന്നത്? അപ്പോൾ സ്റ്റുഡൻസിന് എങ്ങനെയാണെന്ന് വെച്ചാൽ, ന്യൂസ് പേപ്പേഴ്സ് ആർ ഇൻഫോർമേറ്റീവ് ആൻഡ് പൊസസ് ലിറ്റററി വാല്യൂ ടു. ഇപ്പോൾ ന്യൂസ് പേപ്പറുകൾ ഇൻഫോർമേറ്റീവിന് ഉപരി ലിറ്റററി വാല്യൂവും ന്യൂസ് പേപ്പറിനുണ്ട്. ഓക്കെ, എഡ്യൂക്കേഷണൽ വാല്യൂ ഉണ്ട്. ദേ കണ്ടെയ്ൻ ആർട്ടിക്കിൾസ്, കമന്ററീസ്, ബുക്ക് റിവ്യൂസ്, സ്റ്റോറീസ്, പോയംസ്, ബയോഗ്രഫീസ് എക്സെട്ര. കഥകൾ, കവിതകൾ, ബയോഗ്രഫീസ് അതുപോലത്തുള്ള കാര്യങ്ങളും ന്യൂസ് പേപ്പറിലുണ്ട്. എ ഗുഡ് ന്യൂസ് പേപ്പർ ഹെൽപ്സ് ദി സ്റ്റുഡൻസ് ടു ബി അവെയർ ഓഫ് കറണ്ട് ഇഷ്യൂ. ഒരു നല്ല ന്യൂസ് പേപ്പർ കറണ്ട് ഇഷ്യൂ, അതായത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി സ്റ്റുഡൻസിനെ സഹായിക്കുന്നു. ബിസിനസ്മാൻ, ദ ബിസിനസ് related news that appears in newspapers helps the businessman to plan accordingly and increase their profits. അപ്പോൾ ന്യൂസ് പേപ്പറിൽ വരുന്ന ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ചുള്ള പ്ലാനുകൾ കണ്ടെത്തുകയും പിന്നെ അവരുടെ ലാഭങ്ങൾ ഉയർത്താനും ബിസിനസ്മാന് കഴിയുന്നു. They will be able to know the rise and fall in the prices of different commodities they deal with. അപ്പോൾ അവര് കൈകടത്തുന്ന അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുള്ള കമ്മോഡിറ്റീസ്, സാധനങ്ങളുടെ വിലക്കയറ്റവും വിലയിറക്കവും അതിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ബിസിനസ്മാൻ ആൾസോ അഡ്വർടൈസ് ഇൻ ന്യൂസ് പേപ്പർ ടു ഇൻക്രീസ് ദെയർ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്സ്. അപ്പോൾ ബിസിനസ്സുകാരന്മാർ എന്ത് ചെയ്യുന്നു? അവരുടെ സാധനങ്ങൾ, അവരുടെ വസ്തുക്കൾ ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെന്റ്, പരസ്യങ്ങളായി കൊടുത്ത് അതിലൂടെ അവരുടെ സെയിലും പ്രോഫിറ്റും ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ, അത് പൊളിറ്റീഷ്യൻസ് കാര്യം നോക്കാം. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അബൌട്ട് ദ വേരിയസ് പ്ലാൻസ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ഡിഫറെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പോൾ ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയുടെയും സ്ട്രാറ്റജീസും പ്ലാനുകളും അവരെന്താണ് നാളെ ചെയ്യാൻ പോകുന്നത്, അടുത്ത വർഷം ഈ സമയം അവരെന്ത് ചെയ്യും, അതിനുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ടായിട്ട് അവർ നൽകുന്നു. ഇറ്റ് റിപ്പോർട്ട്സ് ലോക്കൽ, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ന്യൂസസ്. അപ്പോൾ ഇതിൽ ലോക്കൽ ആയിട്ടുള്ളതും നാഷണൽ ആയിട്ടുള്ളതും ഇന്റർനാഷണൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ന്യൂസുകൾ ഇതിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ദം ടു അനലൈസ് ദെയർ പൊസിഷൻ കമ്പയർഡ് ടു അതേഴ്സ്. ഇതിലൂടെ എന്തോന്ന് അവർക്ക് സാധ്യമാകുന്നു? മറ്റുള്ളവരെ അപേക്ഷിച്ച് അവരുടെ പൊസിഷൻ, അവർ എവിടെയാണെന്ന് അല്ലെങ്കിൽ അവരുടെ നിലപാട് എന്താണെന്ന് അതിലൂടെ അവർ മനസ്സിലാക്കി തരുന്നു ന്യൂസ് പേപ്പറിലൂടെ. കോമൺ മാൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, കോമൺ മാൻ ഗെറ്റ് എ നോ ഹൗ ഓൺ ദ ഇവന്റ്സ് ഹാപ്പനിങ് അറൌണ്ട് ദ വേൾഡ് ഫ്രം ദ ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പറിലൂടെ നമ്മുടെ ലോകത്ത് നടക്കുന്ന ഇവന്റ്സ് എല്ലാം കോമൺ മാനെ അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു. There are different news like job opportunities, sports, politics, etc. that appeal the public. അപ്പോൾ ന്യൂസ് പേപ്പറിലൂടെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, സ്പോർട്സ്, പൊളിറ്റിക്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ എല്ലാം അവർക്ക് ആവശ്യമായ രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ സ്പോർട്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, they are interested in knowing sports news. അപ്പോൾ സ്പോർട്സ് താല്പര്യമുള്ളവർ ആ ന്യൂസിനെ കുറിച്ച് അറിയാനായിരിക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ. ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് ദ അനലൈസിസ് ഓഫ് ദ മെയിൻ സ്പോർട്സ് ഇവന്റ് ആൻഡ് ആൾസോ കണ്ടെയ്ൻ ഫോട്ടോസ് റിലേറ്റിംഗ് ടു ഇറ്റ്. അപ്പൊ ഇപ്പോൾ നടക്കുന്ന ഇവന്റ്, ഇപ്പോൾ ഉദാഹരണം IPL കുറിച്ച് നമുക്ക് പറയാം. IPL നടക്കുമ്പോൾ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും ആ റിപ്പോർട്ടുകളിൽ വരുന്നത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫോട്ടോസും കാണും. സയന്റിസ്റ്റുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ദ വ്യൂസ് ഓഫ് ഡിഫറെന്റ് സയന്റിസ്റ്റ് ക്യാൻ ബി ഈസിലി ഷെയർ ടു ദ പബ്ലിക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ന്യൂസ് പേപ്പർ. ഓരോരോ ശാസ്ത്രജ്ഞന്മാരുടെ കാഴ്ചപ്പാടുകൾ അവരെന്ത് ചെയ്യുന്നു? ന്യൂസ് പേപ്പറിലൂടെ നമ്മുടെ ജനങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ന്യൂസ് പേപ്പേഴ്സ് റിപ്പോർട്ട്സ് അബൌട്ട് ദ ഇമ്പോർട്ടന്റ് സയന്റിഫിക് ഇവന്റ്സ് അറൌണ്ട് ദ വേൾഡ്. ലോകത്തെമ്പാടും നടക്കുന്ന പുതിയ ശാസ്ത്രത്തിന്റെ പ്രത്യേകതകളും പരിജ്ഞാനങ്ങളും പരീക്ഷണങ്ങളും ന്യൂസ് പേപ്പറിലൂടെ അവര് നമുക്ക് എത്തിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡു ഫേംസ് അഡ്വർടൈസ് ദെയർ പ്രോഡക്ട്സ് ഇൻ ന്യൂസ് പേപ്പർ? ഫേംസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് കമ്പനി എന്നോ ആ കമ്പനി എന്ന് വയ്ക്കാം. കമ്പനികൾ അവരുടെ പരസ്യങ്ങൾ എന്തിനു വേണ്ടിയാണ്, പ്രൊഡക്ട്സിന്റെ പരസ്യങ്ങൾ എന്തിനു വേണ്ടിയാണ് ന്യൂസ് പേപ്പറിൽ കൊടുക്കുന്നത്? ദ ഫേം അഡ്വർടൈസ് ഇൻ ന്യൂസ് പേപ്പേഴ്സ് ടു പോപ്പുലറൈസ് ദെയർ പ്രോഡക്ട്സ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദെയർ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്സ്. അപ്പം ഈ കമ്പനികൾ അവരുടെ പ്രോഡക്റ്റിന്റെ വിൽക്കാനുള്ള ആ ഒരു ഇതും പിന്നെ വിറ്റ് പോകുന്നതിനും അതിൽ നിന്ന് ലാഭം കിട്ടുന്നതിനും വേണ്ടിയാണ് ന്യൂസ് പേപ്പറിൽ അത് അഡ്വർടൈസ് ചെയ്യുന്നത്. അത് പോപ്പുലർ ആവാൻ വേണ്ടിയിട്ടാണ്. ദ ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ് ഹാസ് എ വൈഡ് റീച്ച് ആൻഡ് ഇറ്റ്സ് റിലേറ്റീവ്ലി ചീപ്പ്. ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ ന്യൂസ് പേപ്പർ അത്ര മോശപ്പെട്ട ഒരു കാര്യമല്ല. ന്യൂസ് പേപ്പറിന് ഒരു വൈഡ് റീച്ചാണ്. വൈഡ് റീച്ച് എന്ന് വെച്ചാൽ ഒരുപാട് പേരിൽ ന്യൂസ് പേപ്പർ എത്തുകയും പിന്നെ വളരെ വിലക്കുറവുമാണ്. പീപ്പിൾ ആർ ടെംപ്റ്റഡ് ടു ബൈ ദ പ്രോഡക്റ്റ്. അങ്ങനെ ന്യൂസ് പേപ്പറിലൂടെ ഈ അഡ്വർടൈസ്മെന്റ്സും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ മനുഷ്യർ നമ്മുടെ ആൾക്കാർ എന്തോ ചെയ്യുന്നു, അത് വായിക്കാൻ കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിക്കും. അങ്ങനെ അവർക്ക് കൂടുതൽ ലാഭം കിട്ടും.
ബിസിനസ്മാനിന്, ഓക്കെ, ഫേംസിന്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഇസ് ഇറ്റ് സെഡ് ദാറ്റ് ദ പ്രസ് ഷുഡ് റിമൈൻ ഫ്രീ ആൻഡ് ഇംപാർഷ്യൽ? എന്തുകൊണ്ടാണ് നമ്മുടെ പ്രസ്, ന്യൂസ് പേപ്പർ ഫ്രീ ആയിട്ടും ഇംപാർഷ്യൽ എന്ന് വെച്ചാൽ ഒരു വിഭാഗക്കാരോട് മാത്രം പ്രത്യേകത അല്ലെങ്കിൽ അടുപ്പം കൂടുതൽ കാണിക്കുന്ന രീതിയിലും ആകരുത് എന്ന് പറയാൻ കാരണം, ദ പ്രസ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇൻഫോമിംഗ് ആൻഡ് എഡ്യൂക്കേറ്റിംഗ് പീപ്പിൾ. നമ്മുടെ പ്രസ്, ന്യൂസ് പേപ്പർ പീപ്പിളിനെ ഇൻഫോം ചെയ്യുന്നതിലും എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിലും ഒരു വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന ആളാണ്. ഓക്കെ, ഇറ്റ് ഹാസ് എ വൈഡ് റീച്ച് വിച്ച് ഇൻക്ലൂഡ്സ് പൊളിറ്റീഷ്യൻസ്, ബിസിനസ്മാൻ, സയൻറ്റിസ്റ്റ്, കോമൺ മാൻ, എക്സെട്ര. അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന ആരൊക്കെയാണ്? പൊളിറ്റീഷ്യൻസ് ഉണ്ട്, ബിസിനസ് മാൻ ഉണ്ട്, സയൻറ്റിസ്റ്റ് ഉണ്ട്, കോമൺ മാൻ, നമ്മളെ പോലുള്ള കോമൺ മാനും അതിലുണ്ട്. എവരിബഡി റിലൈ ഓൺ ന്യൂസ് പേപ്പർ ടു ഗെറ്റ് ദ ഡെയിലി ന്യൂസ് അപ്ഡേറ്റ്സ്. എല്ലാവരും ന്യൂസ് പേപ്പറിനെയാണ് അന്നേ ദിവസം നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചറിയാൻ ആശ്രയിക്കുന്നത്. സോ ഇഫ് ദേ ആർ പ്രൊവൈഡിങ് ഫാൾസ് ആൻഡ് പാർഷ്യൽ ന്യൂസ്, ഇറ്റ് വിൽ മിസ്ലീഡ് ദ റീഡേഴ്സ് ആൻഡ് ആൾസോ വിൽ ബി എ സോഷ്യൽ ക്രൈം. അപ്പോൾ അവർ റീഡേഴ്സിന്, നമ്മളെ പോലുള്ള റീഡേഴ്സിന് തെറ്റായതും പിന്നെ പകുതി സത്യമായ രീതിയിലുള്ള ന്യൂസുകൾ, വാർത്തകൾ തരികയാണെങ്കിൽ അത് നമ്മളെ പോലുള്ള റീഡേഴ്സിനെ മിസ്ലീഡ് ചെയ്യുകയും തെറ്റായ വഴിയിലൂടെ നടത്തുകയും അതൊരു സോഷ്യൽ ക്രൈം, സാമൂഹിക ക്രൈമായിട്ടും അതെന്തോന്ന് അവിടെ നമുക്ക് കണക്കാക്കാം. നമുക്കടുത്ത ആക്ടിവിറ്റി നോക്കാം. വൈൽ റീഡിംഗ് ന്യൂസ് പേപ്പേഴ്സ് യു മൈൻ ഹാവ് കം അക്രോസ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് ഹെഡ്ലൈൻസ്. അപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് നമ്മൾ അതിലൂടെ കടന്നു പോകാറുണ്ട്. യു മേ നൗ കളർ സം ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് ആൻഡ് എക്സാമിൻ ദെയർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. അപ്പോൾ കുറച്ച് ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻ നമ്മൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഫിൽ ഇൻ ദ കോളംസ് ഗിവൺ ബിലോ. യു മേ യൂസ് സം ഓഫ് ദ വേർഡ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. അപ്പോൾ താഴെ ഒരു ചെറിയൊരു കോളം ഉണ്ട്, ഇവിടെ തന്നിട്ടുള്ള ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഫസ്റ്റ് ഹെഡിങ്ങിൽ നെയിം ഓഫ് ന്യൂസ് പേപ്പർ, പിന്നെ ഹെഡ്ലൈൻ, ഫീച്ചേഴ്സ്. ഓക്കെ, ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ ആദ്യം ഹിന്ദു, ഹെഡ്ലൈൻ എന്താണ്? എക്കണോമിക് ടൈംസ്, നിഫ്റ്റി ആൻഡ് BSE. ഓക്കെ, ഇതിന്റെ ഫീച്ചർ ഷോസ് ബിസിനസ്സുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. മാതൃഭൂമി അടുത്ത പത്രത്തിൽ വരുന്നത് റെഡ് അലേർട്ട് അക്രോസ് കേരള, കേരളത്തിൽ മൊത്തം റെഡ് അലേർട്ട്. അപ്പോൾ ഇത് വേൾഡ് ന്യൂസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, വേൾഡ് ന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, സ്റ്റേറ്റ് ന്യൂസ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വേൾഡ് ന്യൂസിന് പകരം സ്റ്റേറ്റ് ന്യൂസ് എന്ന് അതിനാക്കുക. ഹിന്ദുസ്ഥാൻ ടൈംസിലെ ബെസ്റ്റ് കാർസ് ഓഫ് 2020, 2020 നല്ല കാറുകൾ. ഇത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ഓക്കെ, മലയാള മനോരമയിലെ ആക്ട്സ് ഓഫ് കൈൻഡ്നസ്, ഒരു ടച്ചിങ് ആയിട്ടുള്ള, ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിലുള്ള ന്യൂസ് ആണ്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. സെക്കൻഡ് ആക്ടിവിറ്റി നോക്കിക്കോളൂ. സെവറൽ അഡ്വർടൈസ്മെന്റ്സ് ആർ സീൻ ഇൻ ന്യൂസ് പേപ്പേഴ്സ്. വി കം ടു നോ അബൌട്ട് വേരിയസ് പ്രൊഡക്ട്സ് ത്രൂ ദം. ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ ഒരുപാട് പരസ്യങ്ങൾ വരാറുണ്ട്, അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളും ആ പ്രോഡക്ട്സിനെ കുറിച്ച് മനസ്സിലാക്കാം. ലുക്ക് അറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് എൻ അഡ്വർടൈസ്മെന്റ്. ഒരു അഡ്വർടൈസ്മെന്റ് ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ക്യാച്ചി ടൈറ്റിൽ എന്ന് വെച്ചാൽ കണ്ടാൽ നമുക്ക് അത് വായിക്കണം എന്ന രീതിയിലുള്ള ഒരു ടൈറ്റിൽ. ഇമോഷണൽ ലാംഗ്വേജ്, നമ്മുടെ പിടിച്ചിരുത്താൻ കഴിവുള്ള ഒരു ലാംഗ്വേജ്. ലിമിറ്റഡ് വേർഡ്സ്, വളരെ കുറച്ച് വാക്കുകളിൽ ആശയങ്ങൾ കൈമാറണം. ഇമാജിൻ ദാറ്റ് യു ഹാവ് ആൻ ഓൾഡ് ബൈസൈക്കിൾ. നിങ്ങളുടെ കയ്യിൽ ഒരു പഴയ ബൈസൈക്കിൾ, ഒരു സൈക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. യു വുഡ് ലൈക്ക് ടു സെൽ ഇറ്റ്. നിങ്ങൾക്കത് വിൽക്കാൻ താല്പര്യമുണ്ട്. പ്രിപ്പയർ ആൻ അഡ്വർടൈസ്മെന്റ് ടു ബി ഗിവൺ ഇൻ എ ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പറിൽ കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു അഡ്വർടൈസ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിർമ്മിച്ചെടുക്കുക. മേക്ക് യൂസ് ഓഫ് ദ ഹിൻസ് ഗിവൺ ബിലോ. താഴെ നിന്നുള്ള ഹിൻസ് എന്ത് ചെയ്യുക, അത് ഉൾപ്പെടുത്തുക. അപ്പോൾ ന്യൂസ് പേപ്പറിൽ നമ്മളൊരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ആദ്യം ഒരു പിക്ചർ വേണം. ഇവിടെ കണ്ടില്ലേ ഒരു ബോയുടെ പിക്ചർ, അതുപോലെ ഒരു പിക്ചർ വേണം. പിന്നെ കുറച്ച് ഹ്യൂമർ എന്ന് വെച്ചാൽ ഇപ്പോൾ രസകരമായ രീതിയിലായിരിക്കണം. പിന്നെ മെറിറ്റ്സ് ഹൈലൈറ്റഡ്. മെറിറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് ആണോ സെൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എഴുതുക. ക്രിയേറ്റീവ് ആയിരിക്കണം. അപ്രോപ്രിയേറ്റ് ലേഔട്ട് എന്ന് പറയുമ്പോൾ ഇത് കണ്ടില്ലേ, ഈ നീല കളറിലുള്ള ബാക്ക്ഗ്രൗണ്ട്, ബോർഡർ, ഇതേപോലുള്ള ലേഔട്ടുകൾ. പിന്നെ അകത്തെ ചില കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. വെറൈറ്റി ആയിരിക്കണം. ഓക്കെ, സാധാരണ രീതിയിൽ നിന്നും മാറ്റി ചിന്തിക്കുന്ന രീതിയിലാണ്. പിക്ചേഴ്സുകൾ ഉൾപ്പെടുത്താം. അപ്പോൾ സൈക്കിളിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് സൈക്കിളിൽ ഒരു പിക്ചർ അതിൽ ഉൾപ്പെടുത്താം. പെർസ്വേസീവ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമ്മളെ പിടിച്ചിരുത്താൻ കഴിവുള്ള, അതായത് ഇത് വായിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ ഈ സൈക്കിൾ നമ്മൾ വായിക്കണം എന്ന രീതിയിൽ ആൾക്കാരെ പിടിച്ചിരുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ആയിരിക്കണം. അഡ്വാൻസ്ഡ് ടെക്നോളജി, പുതിയ ടെക്നോളജികൾ ഉൾപ്പെടുത്തുന്ന ഒരു സംഭവമായിരിക്കണം. ഇമോഷണൽ ലാംഗ്വേജ് ആയിരിക്കണം. പിന്നെ ഇമോഷണൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കണം. അപ്പോൾ നേരെ നമ്മൾ പറഞ്ഞിരുന്നു. എക്സാമിൻ വെദർ യുവർ അഡ്വർടൈസ്മെന്റ് എഗ്രീസ് വിത്ത് ദ എബോവ് ഫീച്ചർ, വാട്ട് ആർ യുവർ ഫൈൻഡിങ്സ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അഡ്വർടൈസ്മെന്റ് നിങ്ങളുടെ രീതിയിൽ നിർമ്മിക്കാൻ നോക്കുക. എന്നിട്ട് മുകളിൽ തന്നിട്ടുള്ള ഫീച്ചേഴ്സ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ നോക്കുക. അപ്പോൾ അതിലുള്ള നിങ്ങളുടെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫൈൻഡിങ്സിൽ എന്തായാലും ഒരു പിക്ചർ കാണും, നല്ല ലാംഗ്വേജ് കാണും, മെറിറ്റുകളും കാണും. ഓക്കെ, ഇതാണ് നമുക്ക് സാധാരണയായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്നത്.
അടുത്ത നമുക്ക് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ദ കമ്പ്യൂട്ടർ ഇന്നെവിറ്റബിൾ ഇൻ ദ മോഡേൺ വേൾഡ്? നമ്മുടെ മോഡേൺ വേൾഡ് കമ്പ്യൂട്ടർ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവായി മാറിയത് എങ്ങനെ? The popularity of internet, the World Wide Web and the email has made computer inevitable in the modern world. നമ്മുടെ മോഡേൺ വേൾഡിൽ ഇന്റർനെറ്റിന്റെയും വേൾഡ് വൈഡ് വെബിന്റെയും ഇമെയിലിന്റെയും പോപ്പുലാരിറ്റി അവ ഫേമസ് ആവാൻ തുടങ്ങിയതോടുകൂടിയാണ് കമ്പ്യൂട്ടർ നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു സാധനമായി അല്ലെങ്കിൽ ഒരു സംഭവമായി മാറിയത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദ ഇന്റർനെറ്റ്? ഇന്റർനെറ്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇന്റർനെറ്റ് ഹെൽപ്സ് മില്യൺസ് ഓഫ് പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ക്വിക്ക്ലി ആൻഡ് ചീപ്ലി. ലക്ഷക്കണക്കിന് ആൾക്കാരോട് ഒരേ സമയം അല്ലെങ്കിൽ ഒന്നിലധികം പേരോട് നമുക്ക് വളരെ പെട്ടെന്ന് വളരെ പണച്ചിലവ് കുറവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരോടൊപ്പം സംസാരിക്കാൻ ഇന്റർനെറ്റ് നമ്മളെ സഹായിക്കുന്നു. ഇറ്റ് ആൾസോ ഇനേബിൾസ് ക്വിക്ക് ആക്സസ് ടു നോളജ്. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാര്യത്തെ സെർച്ച് ചെയ്തു അല്ലെങ്കിൽ അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ഇന്റർനെറ്റിലൂടെ അറിയാൻ സാധിക്കുന്നു. വി ക്യാൻ ഗെറ്റ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ആൾമോസ്റ്റ് എവറിത്തിങ് ഇൻ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിലൂടെ ഏകദേശം എല്ലാ സംഭവങ്ങളെ കുറിച്ചുള്ള എല്ലാ വസ്തുക്കളെ കുറിച്ചുള്ള വിവരങ്ങളും നമുക്ക് ഇന്റർനെറ്റിലൂടെ ശേഖരിക്കാൻ കഴിയുന്നു. ഇറ്റ് ആൾസോ പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് വർക്ക് ഫ്രം ഹോം ആൻഡ് ആൾസോ ഇനേബിൾസ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. കൊറോണ സാഹചര്യമാണ് നമുക്കിപ്പോൾ, അതുകൊണ്ട് എല്ലാവരും വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുകയും ഓൺലൈനായിട്ടാണ് പഠിക്കുകയും ചെയ്യുന്നത്. ഇത് നമുക്ക് സഹായമാകുന്നത് അല്ലെങ്കിൽ നമുക്കിത് സാധ്യമാക്കി തരുന്നത് ആരാണ്? നമ്മുടെ ഇന്റർനെറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്റർനെറ്റിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. Third question, why is the invention of the first calculating machine by Charles Babbage considered a remarkable one? ആദ്യമായി കണ്ടുപിടിച്ച കാൽക്കുലേറ്റിംഗ് മെഷീൻ, ചാൾസ് ബാബേജ് ആദ്യമായി കണ്ടുപിടിച്ച കാൽക്കുലേറ്റിംഗ് മെഷീൻ എന്തുകൊണ്ടാണ് ഒരു റിമാർക്കബിൾ വൺ എന്ന് വെച്ചാൽ നല്ല ബെസ്റ്റ് എന്ന് പറയാൻ കാരണം? Charles Babbage's calculating machine has a basic design that is remarkably similar to the modern electronic computer, so it is considered a remarkable invention. ചാൾസ് ബാബേജ് നിർമ്മിച്ച കാൽക്കുലേറ്റിംഗ് മെഷീന്റെ ബേസിക് ആയിട്ടുള്ള ഡിസൈൻ, സാധാരണയായിട്ടുള്ള ഡിസൈൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നുള്ള മോഡേൺ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിന്റെ അതേ പോലെയാണ്, ഏകദേശം സിമിലർ ആണ്. അതുകൊണ്ടാണ് ഇതൊരു റിമാർക്കബിൾ ഇൻവെൻഷൻ എന്ന് പറയാൻ കാരണം. Fourth question, what is the role of Hermann Hollerith in improving the design of the computer? കമ്പ്യൂട്ടറിന്റെ ഡിസൈൻ ഇംപ്രൂവ് ചെയ്യുന്നതിൽ ഹെർമൻ ഹോളറിത്തിന്റെ റോൾ എന്താണ്? Hermann Hollerith designed and made punch cards and tabulating machines for the 1980 US Census. These later led to the invention of the first generation computer. 1890 US സെൻസസിന് വേണ്ടി പഞ്ച്ഡ് കാർഡ്സും ടാബുലേറ്റിംഗ് മെഷീൻസും ഉൾപ്പെടുത്തി നമ്മൾ ഹെർമൻ ഹോളറിത്ത് ഒരു ഡിസൈൻ നിർമ്മിച്ചെടുത്തു. ഇതാണ് പിന്നെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ ഇൻവെൻഷന് സഹായമായത്, അല്ലെങ്കിൽ ഇതാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ ഇൻവെൻഷന് നമുക്ക് ഉപകാരപ്പെട്ടത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡെവലപ്മെന്റ്സ് ദാറ്റ് ഹെൽപ് ടു ഇംപ്രൂവ് അപ്പോൺ ദ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ? ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളെ ഇംപ്രൂവ് ചെയ്യാൻ, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ, കൂടുതൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ സഹായമായ സംഭവങ്ങൾ എന്തൊക്കെയാണ്? The invention of the transistor in 1948, machines using integrated circuits, and the invention of the microprocessor in 1971 are the chief developments that helped to improve upon the first generation computer. അപ്പോൾ 1948 കണ്ടുപിടിച്ച ട്രാൻസ്മിറ്റർ, അതിനെ തുടർന്ന് കണ്ടുപിടിച്ച ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്, പിന്നെ 1971 കണ്ടുപിടിച്ച മൈക്രോ പ്രോസസർ, ഇവയെല്ലാമാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റുള്ള കമ്പ്യൂട്ടറുകളെ ഇൻവെന്റ് ചെയ്യാൻ നമ്മളെ സഹായിച്ച ഘടകങ്ങൾ. ഇതൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ്. ദ ഫിഫ്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വിക്കി ബി കേപ്പബിൾ ഓഫ് റീസണിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻ ബീയിങ്സ്. അപ്പൊ ഫിഫ്ത് ജനറേഷൻ കമ്പ്യൂട്ടറായ വിക്കി എന്ന് പറയുന്ന കമ്പ്യൂട്ടർ നമ്മളെ ഹ്യൂമൻസിനെ പോലെ, നമ്മളെ മനുഷ്യരെ പോലെ ഡിസിഷൻ ക്രിയേറ്റ് ചെയ്യാനും മേക്കിങ്ങിനും കാരണങ്ങൾ ചിന്തിച്ചെടുക്കാനും വളരെ എന്താ പറയുക, ഒരു മനുഷ്യരെ പോലെയാണെന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, വാട്ട് ആർ യുവർ എക്സ്പെക്ടേഷൻസ് അബൌട്ട് ദം? അപ്പം ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നി, അതിന് മറ്റുള്ള എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി, അത് നിങ്ങൾ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് മെഷീൻ വിൽ ബിക്കം ഈസി. അപ്പം മനുഷ്യനും മെഷീനും തമ്മിലുള്ള ആ ഒരു ബന്ധപ്പെടൽ, കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യാം, ഈസി ആകാൻ സാധ്യതയുണ്ട്. സർജറീസ് വിൽ ബിക്കം സേഫ് ആൻഡ് മോർ എഫക്റ്റീവ്. ഇപ്പോൾ ഡോക്ടേഴ്സ് ചെയ്യുന്ന സർജറികൾ കൂടുതൽ സേഫ് ആവുകയും എഫക്റ്റീവ് ആകുകയും, അതായത് സർജറി ചെയ്താൽ 100% രക്ഷപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നു. സ്പേസ് എക്സ്പ്ലോറേഷൻ വിൽ ബി ഈസിയർ. അപ്പോൾ മനുഷ്യർ ചെന്ന് കണ്ടുപിടിക്കേണ്ട അല്ലെങ്കിൽ അവിടെ ചെന്ന് എന്തെങ്കിലും ചെയ്യേണ്ട രീതിയിലുള്ള സ്പേസ് എക്സ്പ്ലോറേഷൻസ് കാണും. ഓക്കെ, അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു,
ഈ 5th ജനറേഷൻ കമ്പ്യൂട്ടറിലൂടെ മനുഷ്യർ ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ മനുഷ്യരെ ഉൾപ്പെടുത്തി തന്നെ വളരെ സേഫ് ആയിട്ടും ഈസി ആയിട്ടും നടത്താൻ സാധിക്കുന്നു. ദർ വിൽ ബി പ്രോപ്നെസ് ഇൻ സർവീസ് ഡെലിവറി. സർവീസ് ഡെലിവറികളിൽ, നമ്മുടെ ഡെലിവറികളിൽ കൂടുതൽ പ്രോപ്നെസ്, കൃത്യത വരാനും സാധ്യതയുണ്ട്.